ഹായ്, നമസ്കാരം. ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. ഹാഡ് ബീൻ റൈറ്റിംഗ്, എഴുതിക്കൊണ്ടേ ഇരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും സബ്ജക്റ്റിന് ശേഷം ഹാഡ് ബീൻ റൈറ്റിംഗ് നിന്ന് എഴുതി കഴിഞ്ഞാൽ എഴുതിക്കൊണ്ടേ ഇരുന്നു എന്നർത്ഥം കിട്ടും. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്, യു ഹാഡ് ബീൻ റൈറ്റിംഗ്, they had been writing, we had been writing. ഈ സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്, ഷീ എന്നാണെങ്കിൽ ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ്. ഗൗതം എന്നാണെങ്കിൽ ഗൗതം ഹാഡ് ബീൻ റൈറ്റിംഗ്, ഗൗതം ആൻഡ് മാധുരി ഹാഡ് ബീൻ റൈറ്റിംഗ്. ഒന്ന് ഓർക്കുക, ഹാഡ് ബീൻ റൈറ്റിംഗ് എഴുതിക്കൊണ്ടേ ഇരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നും കൂടെ റിവൈസ് ചെയ്യുന്നുകൂടി ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എഴുതിക്കൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു, കേട്ടുകൊണ്ടേയിരുന്നു. ഈ രീതിയിൽ അർത്ഥം ധ്വനിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ടെൻസിനെ ആശ്രയിക്കണം എന്ന് ചുരുക്കം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് ടെൻസ്. ഈ 4 കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ ടെൻസാണ് പഠിക്കാനുള്ളത്. ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ സിമ്പിളാണ് ആദ്യത്തേത്. ഫ്യൂച്ചർ സിമ്പിൾ എങ്ങനെ വരും? പ്രസൻറ്റ് സിമ്പിൾ എന്തായിരുന്നു? റൈറ്റ്, റൈറ്റ്സ്, എഴുതുന്നു. റൈറ്റ്സ് എന്നുള്ളത് സിംഗുലർ കർത്താവായിട്ട്, കർത്താവ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ റൈറ്റ്സ് ഉപയോഗിക്കും. കർത്താവ് ഒന്നിലധികമാവുമ്പോൾ റൈറ്റ് എന്ന് ഉപയോഗിക്കും. ഗൗതം ആൻഡ് മാധുരി റൈറ്റ് എ ലെറ്റർ. ഇവിടെ അത് പറയേണ്ട ഒരു കാര്യമില്ല, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഗൗതം ആൻഡ് മാധുരി റൈറ്റ് എ ലെറ്റർ. രണ്ടുപേരും ചേർന്നിട്ടൊരു കത്ത് എഴുതുന്നു. റൈറ്റ്സ് എന്ന് പറഞ്ഞാലും എഴുതുന്നു തന്നെയാണ്, റൈറ്റ് എന്ന് പറഞ്ഞാലും എഴുതുന്നു തന്നെയാണ്. റൈറ്റ്സ് എന്നുള്ളത് കർത്താവ് ഒരാളായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാനാണ് റൈറ്റ്. അപ്പോൾ ഗൗതം റൈറ്റ്സ് എ ലെറ്റർ. ഗൗതം ഒരാളാണ്, അപ്പോൾ റൈറ്റ് എന്നുള്ള വെർബിനോട് കൂടി നമ്മൾ യെസ് ചേർത്തു. അതുപോലെ പാസ്റ്റ് സിമ്പിളിൽ എങ്ങനെയായിരുന്നു? ഗൗതം റോട്ട് എ ലെറ്റർ. അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എത്രയായാലും റോട്ട് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് സിമ്പിളായി. പക്ഷെ ഇതിൽ നിന്നും വിഭിന്നമാണ് ഫ്യൂച്ചർ സിമ്പിൾ. ഫ്യൂച്ചർ ടെൻസിലും കഴിഞ്ഞ 2 ടെൻസിലും, 2 പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും പഠിച്ചതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും 4 ടെൻസുകളുണ്ട്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ എഴുതും, പറയും, ചെയ്യും, എടുക്കും, കുടിക്കും, പോകും, ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതെങ്ങനെ? വിൽ റൈറ്റ് മാത്രം പഠിച്ചാൽ എഴുതും, വിൽ ഗോ പോകും, വിൽ സേ പറയും, വിൽ ടേക്ക് എടുക്കും. ഇനി നമ്മൾ സബ്ജക്റ്റ് ഏതാണോ വേണ്ടത്, ഗൗതം വിൽ ടേക്ക്, ഗൗതം ആൻഡ് മാധുരി വിൽ ടേക്ക്, അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എടുക്കും. ഗൗതം വിൽ റൈറ്റ് എ ലെറ്റർ, ഗൗതം ഒരു കത്തെഴുതും. എഴുതും, പറയും, പോകും, ചെയ്യും. ഈ രീതിയിൽ അർത്ഥം വരേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഫ്യൂച്ചർ സിമ്പിളിനെ ആശ്രയിക്കണം, ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിനെ ആശ്രയിക്കണം. അതിൽ ഫ്യൂച്ചർ സിമ്പിളിൽ അർത്ഥം വരുന്നത് ഞാൻ നാളെ ഡൽഹിക്ക് പോകും, ഞാൻ നാളെ ബോംബെക്ക് പോകും. അപ്പം ഈ രീതിയിൽ അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഏതിനും ഉപയോഗിക്കണം? വിൽ. അതിൻ്റെ കൂടെ പ്രധാന വെർബ്, മെയിൻ വെർബ് വേണം. ഗോ, വിൽ ഗോ പോകും, വിൽ റൈറ്റ് എഴുതും, വിൽ ടേക്ക് എടുക്കും, വിൽ ഈറ്റ് കഴിക്കും. ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴും പ്ലൂറൽ ആകുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. വിൽ, ഷാൾ എന്നുള്ളത് നമുക്കിപ്പോൾ പഠിക്കേണ്ട, കൺഫ്യൂഷൻ ആക്കേണ്ട. വിൽ എന്ന് നോർമൽ സാധാരണയായിട്ട് ഒരു ഭാവി കാലത്തിൽ ചെയ്യും, പറയും, പോകും എന്ന കാര്യം പറയേണ്ട സന്ദർഭങ്ങളിൽ വിൽ വെച്ച് പറയുക. ഐ വിൽ ഗോ ടു ബോംബെ ടുമാറോ എന്ന് പറഞ്ഞാൽ ഷാൾ പറയേണ്ട. നിങ്ങൾ പഠിക്കുന്നവരാരും അത് പിന്നീട് നമുക്ക് ഷാളിൻ്റെ പ്രയോഗം പഠിക്കാം, ഏതൊക്കെ സന്ദർഭങ്ങളിൽ അതിന് എന്തൊക്കെ അർത്ഥ വ്യത്യാസം വരുന്നത്. വില്ല്, ഷാൾ എന്നുള്ള 2 ഉണ്ടെന്ന് ഓർമ്മിക്കണം, മറക്കരുത്. ഷാളിനും ഏകദേശം ഇതേ അർത്ഥമാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് സബ്ജക്റ്റിനനുസരിച്ച് എല്ലാ അർത്ഥത്തിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും നോർമലായിട്ട് വില്ലെന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ കണ്ടുവരുന്ന രീതിയും അത് തന്നെയാണ്. അപ്പോൾ ഐ വിൽ റൈറ്റ് എ ലെറ്റർ, യു വിൽ റൈറ്റ്, ഞാനൊരു കത്ത് എഴുതും. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യാതൊരു മാറ്റവും വരുന്നില്ല. നിങ്ങൾക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം, ഹി വിൽ റൈറ്റ്, ഒരാളാണ് ഹി. ഗൗതം വിൽ റൈറ്റ് എ ലെറ്റർ, ഗൗതം ഒരാളാണ്, ഏകവചനാണ്. ഗൗതം വിൽ റൈറ്റ് എ ലെറ്ററും ധൈര്യമായിട്ട് പറയാം. ഇനി ബഹുവചനായാലും ഗൗതം ആൻഡ് മാധുരി വിൽ റൈറ്റ് എ ലെറ്റർ, അപ്പോഴും അർത്ഥം തന്നെ വന്നു, അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു കത്ത് എഴുതും. ഇനി നമ്മൾ മറ്റുള്ള ടെൻസിലൊക്കെ പഠിച്ചതുപോലെ ഇതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ എന്താ ചെയ്യുക? ഗൗതം ഒരു ലെറ്റർ എഴുതില്ല, ഞാൻ കഴിക്കില്ല, പോകില്ല, പറയില്ല, ഈ രീതിയിലാണ് നമ്മൾക്ക് പറയേണ്ടതെങ്കിൽ വിൽ നോട്ട് റൈറ്റ്. മറ്റുള്ള ടെൻസിലുള്ള നമ്മൾ നോട്ട് ചേർത്ത പോലെ തന്നെ ഇവിടെയും വിൽ നോട്ട് റൈറ്റ്. ഗൗതം വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ, ഗൗതം ആൻഡ് മാധുരി വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ, ഐ വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ.
യു വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ, ദേ വിൽ നോട്ട് റൈറ്റ് എ ലെറ്റർ, വി വിൽ നോട്ട് റൈറ്റ്. ഇതെല്ലാത്തിൻ്റെയും അർത്ഥം വരുന്നത് ഞങ്ങൾ ഒരു കത്ത് എഴുതില്ല 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 എന്ന് തന്നെയാണ്. വിൽ ഗോ പോകും, വിൽ നോട്ട് ഗോ പോവില്ല. ഐ വിൽ നോട്ട് ഗോ ടു ബോംബെ നെക്സ്റ്റ് ഇയർ, ഞാൻ ബോംബെക്ക് അടുത്ത വർഷം പോവില്ല. അപ്പോൾ വിൽ നോട്ട് ഗോ, വിൽ നോട്ട് ടേക്ക് എടുക്കില്ല, വിൽ നോട്ട് ഗോ പോവില്ല, വിൽ നോട്ട് സേ പറയില്ല, വിൽ നോട്ട് ഈറ്റ് കഴിക്കില്ല. ഈ അർത്ഥം ഈ രീതിയിലാണ് അർത്ഥം വരുന്നത് ഫ്യൂച്ചർ സിമ്പിളിൽ. അപ്പോൾ നമുക്കത് നെഗറ്റീവ് നമ്മൾ പറഞ്ഞു, ചെയ്യില്ല, പറയില്ല, എടുക്കില്ല എന്ന് പറഞ്ഞു, വിൽ നോട്ട് ഗോ, വിൽ നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു. ഇനി അതിനെ നമുക്ക് ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ പോവുമോ, എടുക്കുവോ, പറയുമോ? വിൽ യു ഗോ, നിങ്ങൾ പോവോ? വിൽ യു റൈറ്റ്, നിങ്ങൾ എഴുതുമോ? വിൽ യു പ്ലേ ടുമോറോ, നിങ്ങൾ നാളെ കളിക്കുമോ? വിൽ യു സ്പീക്ക് സംതിങ്, എന്തെങ്കിലും സംസാരിക്കുമോ? വിൽ യു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരുമോ, പറയുമോ, എടുക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടാക്കുമ്പോൾ വില്ല് മുന്നിലേക്ക് കൊണ്ടുവരാം. മറ്റുള്ളതിലൊക്കെ നമ്മൾ ഈസും ആറും വാസും വേറും ഹാസും ഹാവും ഹേഡൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വില്ലാണ് വില്ലനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വില്ലിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. വില്ലിനെ കൊണ്ടുവന്ന വിൽ യു പ്ലേ, വിൽ യു റൈറ്റ്, എഴുതുമോ, നിങ്ങൾ കളിക്കുമോ? ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്കിതിനെ നിങ്ങൾ വരില്ലേ എന്നുള്ള നോട്ട് കൂടെ ചേർത്തിട്ട് വോണ്ട് യു കം, വിൽ നോട്ടിൻ്റെ സംക്ഷിപ്ത രൂപമാണ്, ചെറിയ രൂപമാണ് വോണ്ട്. വിൽ നോട്ട് എന്നുള്ളത് ചുരുക്കി പറയുമ്പോൾ വോണ്ട് എന്നാവും. WONT മുകളിലൊരു അപ്പോസ്ട്രോഫീസൊക്കെ ഇടണം. വോണ്ട് യു പ്ലേ നൗ, വോണ്ട് യു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരില്ലേ? വോണ്ട് യു ഈറ്റ്, നിങ്ങൾ കഴിക്കില്ലേ? വോണ്ട് ഗൗതം റൈറ്റ്, ഗൗതം എഴുതില്ലേ? വോണ്ട് ഗൗതം ആൻഡ് മാധുരി റൈറ്റ്, അത് വിൽ ഗൗതം ആൻഡ് മാധുരി നോട്ട് റൈറ്റ് എന്നാണ് പറയേണ്ടത്. വിൽ നോട്ട് എന്ന് ഒരുമിച്ച് പറയരുത്, അത് ഭംഗിയുണ്ട് സെൻറ്റൻസിന്. അപ്പോൾ വോണ്ട് മാധുരി ആൻഡ് ഗൗതം, അല്ലെങ്കിൽ വിൽ മാധുരി ആൻഡ് ഗൗതം നോട്ട് റൈറ്റ് എന്നാണ് പറയേണ്ടത്. ഭംഗിയുള്ള സെൻറ്റൻസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതിൽ പഠിച്ചു, പോസിറ്റീവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു, അതിൻ്റെ നെഗറ്റീവ് വിൽ നോട്ട് എന്ന് ചേർത്തിട്ട് പറയാൻ പഠിച്ചു. ഇനി അതിന് ചോദ്യം ഉണ്ടാക്കാൻ വിൽ മുന്നിലേക്ക് കൊണ്ടുവരണം, അതും പഠിച്ചു. ഇനി എന്തെഴുതും എന്ന് ചോദിക്കുകയാണ്. വാട്ട് വിൽ യു റൈറ്റ്, നീ എന്താ എഴുതുക? വാട്ട് വിൽ ഗൗതം റൈറ്റ്, ഗൗതം എന്താ എഴുതുക? വാട്ട് വിൽ ഐ റൈറ്റ്, ഞാൻ എന്താ എഴുതുക? വാട്ട് വിൽ യു റൈറ്റ്, നിങ്ങൾ എന്താ എഴുതുക? വാട്ട് വിൽ ദേ റൈറ്റ്, അവരെന്താ എഴുതുക? വാട്ട് വിൽ വി റൈറ്റ്, നമ്മൾ എന്താ എഴുതുക? ഈ രീതിയിലാണ് ഇതിൽ ചോദ്യം വരുന്നത്. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലെങ്കിലും ഓർമ്മിച്ച് വെക്കണം. വിൽ റൈറ്റ് എഴുതുക, എഴുതും, വിൽ റൈറ്റ്. വിൽ ഗോ പോകും, വിൽ ടേക്ക് എടുക്കും. ഇനി എൻ്റെ നെഗറ്റീവ് വിൽ നോട്ട് ഗോ പോവില്ല, വിൽ നോട്ട് റൈറ്റ് എഴുതില്ല, വിൽ നോട്ട് ഡ്രിങ്ക് കുടിക്കില്ല, വിൽ നോട്ട് ഈറ്റ് കഴിക്കില്ല. അതിന് നിഷേധമായി. ഈ ചോദ്യം ഉണ്ടാക്കുമ്പോൾ വിൽ യു ഗോ, നിങ്ങൾ പോവോ? വിൽ ഗൗതം ഗോ, ഗൗതം പോവോ? വിൽ ഗൗതം ആൻഡ് മാധുരി ഗോ, ഗൗതം മാധുരിയും പോവോ? ഇനി അവർ ഗൗതം പോവില്ലേ എന്ന് ചോദിക്കണം. പോവോന്നല്ല, അവർ നെഗറ്റീവ് വന്നപ്പോൾ നോട്ട് ചേർക്കും. വിൽ ഗൗതം നോട്ട് ഗോ, വോണ്ട് ഗൗതം ഗോ ടുമോറോ. അതുപോലെ തന്നെയാണ് ഗൗതം മാധുരി ആകുമ്പോഴും ഒരു വ്യത്യാസമില്ല. ബഹുവചനം വന്നെന്ന് വിചാരിച്ചിട്ട് ഉള്ളത് കൊണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഒരു വ്യത്യാസം വരുന്നില്ല. വോണ്ടെന്ന് ഉപയോഗിക്കാം. വോണ്ട് ഗൗതം ആൻഡ് മാധുരി ഗോ, അവർ രണ്ടുപേരും പോവില്ലേ? അപ്പം ഈ രീതിയിലാണ് ഇത് ഫ്യൂച്ചർ സിമ്പിൾ വരുന്നത്. അപ്പോൾ ഇത് ഓർമ്മിക്കുക, വിൽ റൈറ്റ് എഴുതും, വിൽ നോട്ട് റൈറ്റ് എഴുതില്ല. ഇതിൽ എസൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് വിൽ റൈറ്റ് എഴുതും, വിൽ നോട്ട് റൈറ്റ് എഴുതില്ല. വിൽ ഹി റൈറ്റ് എഴുതുമോ? വോണ്ട് ഹി റൈറ്റ് എഴുതില്ലേ? ഈ 4-5 രീതിയിലാണ്. പിന്നെ വാട്ട്, വേർ, ഹൗ, വൈ ഒക്കെ മുന്നിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ള ടെൻസുകളിൽ പഠിച്ച പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, ചോദ്യം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിന് കണ്ടതിന് വളരെ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത ലെസണിൽ കാണാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.